വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ്റ്റ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആക്സോണസ്റ്റ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, മാത്സിൻ്റെ. അപ്പോൾ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 26ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 4 പാർട്ട് ഉണ്ട്, 1 മാർക്കാണ് ഓരോന്നിനും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ ദെൻ dy ബൈ ഡി എക്സ് ഈസ് ഡാഷ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ്? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വാല്യൂ എന്താണ്? 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്നറിയാം. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ ആണുള്ളത്. എക്സിന് പകരം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്ത് വരും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ദെൻ എന്ത് വരും? ഇൻറ്റു dy ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ dy ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എക്സ് വന്നാലും എന്താണ് വരിക? dy ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണല്ലേ. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാലും 1 ആണ്. ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് വാല്യൂ മാറും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വന്നു. ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അല്ലേ. അപ്പോൾ 2x ദെൻ 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോൾ ഈ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ട് എന്ത് വരും? 4 വരും. അപ്പോൾ എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 2 എക്സ് റേസ് ടു 4 എന്ന് വരും. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? 2x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റേസ് ടു 4 ഇൻറ്റു 2x. ദെൻ നമുക്ക് 1 ഇൻറ്റു 2x ചെയ്യുമ്പോൾ 2x കിട്ടും. സോ 2x ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റേസ് ടു 4 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ഇതിൻ്റെ ആൻസർ എന്താണ്? 2x ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റേസ് ടു 4. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ആൻസർ ഇതാണ്. ആൻസർ മീൻസ് ഡെറിവേറ്റീവ്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വാല്യൂ 2x ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റേസ് ടു 4. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ 3 റേസ് ടു എക്സ് ഇൻറ്റു 5 റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റഗ്രൽ 3 റേസ് ടു എക്സ് ഇൻറ്റു 5 റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റഗ്രൽ വാല്യൂ കാണാം? നമ്മുടെ അടുത്ത് ആദ്യം ഉള്ള ഇൻ്റഗ്രലുള്ള എഫ് ഓഫ് എക്സ് എടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 റേസ് ടു എക്സ് ഇൻറ്റു 5 റേസ് ടു മൈനസ് എക്സ് അല്ലേ. ഇതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? 3 ബൈ 5 ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതിക്കൂടെ? അതായത് 3 റേസ് ടു എക്സ് ഉണ്ട്, 5 റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 5 റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ 5 റേസ് ടു എക്സ് ആണ്. 5 റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 5 റേസ് ടു മൈനസ് എക്സ് പറഞ്ഞാൽ 1 ബൈ 5 റേസ് ടു എക്സ്. അപ്പോൾ എന്ത് വരും? 3 റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ 5 റേസ് ടു എക്സ് എന്ന് വരില്ലേ? അതിനെങ്ങനെ എഴുതാം? 3 ബൈ 5 ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം. അതായത് 3 റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 5 റേസ് ടു എക്സ് എന്ന് വരും. അതിനെങ്ങനെ എഴുതാം? 3 ബൈ 5 ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി 3 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ്, 3 ബൈ 5 ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതി. ദെൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. Integral a raised to x dy
ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ് വരിക? ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. എന്താണ്? ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലാണ് നമ്മൾ എഫ് ഓഫ് എക്സ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എ റേസ് ടു എക്സ് ആണ് നമ്മൾ എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് അപ്പോൾ എ റേസ് ടു എക്സ് എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്? എഫ് ഓഫ് എക്സ് എ റേസ് ടു എക്സ് ആണ്. ഇതാണ് എ റേസ് ടു എക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറഞ്ഞാൽ ഇവിടെ 3/5 ഇതാണ് നമ്മുടെ എ. അപ്പോൾ 3/5 ഹോൾ റേസ് ടു എക്സ് ആണ്. ഇത് ഈ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 3/5 റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് 3/5 പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 3 റേസ് ടു എക്സ് ഇൻറ്റു 5 റേസ് ടു മൈനസ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3/5 ഹോൾ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 3/5 പ്ലസ് സി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The general solution of the first order linear differential equation dy by dx plus py equal to q is, അതായത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ടെക്സ്റ്റിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? y ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ആണ്. അപ്പം ഈ പി ഓഫ് എക്സ് വേണമെന്നില്ല കേട്ടോ, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതിയാൽ മതി. ഇപ്പം എന്ത് വരും? y ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, ഇതാണ് എന്ത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് അല്ലേ? IF. അത് പഠിച്ചിട്ടില്ലേ എല്ലാവരും? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് ഇത്. y ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡാഷ്. ഇതിൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇതെന്താണ്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് അല്ലേ? ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിലൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, എക്സിൻ്റെ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എന്തായിരിക്കും? 0 വരും. എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് വരും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? ആ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. രണ്ട് റിസൾട്ട് ഉണ്ടാവും. ഓഡ് ആണെങ്കിൽ, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0 വരും, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് എഫ് ഓഫ് മൈനസ് എക്സ് എടുക്കാം. ഓക്കെ, എഫ് ഓഫ് മൈനസ് എക്സ് എടുക്കുമ്പോൾ എഫ് ഓഫ് മൈനസ്
മൈനസ് എക്സ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈവൻ ഫംഗ്ഷനും മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് പറയാം, ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു, അതായത് മൈനസ് എക്സിനൊക്കെ എന്ത് വരും, ഇവിടെ എഫ് ഓഫ് എക്സിലുള്ള എക്സിനെല്ലാം എന്ത് വരും, മൈനസ് എക്സ് എന്നാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതാം, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സിന് പകരം എക്സിൻ്റെ വാല്യൂസിനൊക്കെ എന്ത് കൊടുക്കുക, മൈനസ് എക്സ് എന്നാക്കി കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും. ദെൻ നമുക്കറിയാം മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്തായിരിക്കും, ഒരു മൈനസ് വാല്യൂവിൻ്റെ സ്ക്വയർ എന്തായിരിക്കും, പോസിറ്റീവ് തന്നെയായിരിക്കും അല്ലേ. മൈനസ് എക്സിൻ്റെ സ്ക്വയർ വരുമ്പോൾ മൈനസ് എക്സ് എന്തായിരിക്കും, എക്സ് തന്നെയായിട്ട് മാറും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ. ബട്ട് ഇത് മൈനസ് എക്സ് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഈ എക്സിൻ്റെ മൈനസ് ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ തന്നെ കിട്ടും. ഓക്കെ, അതായത് ആദ്യം നമ്മൾ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ മൈനസ് എക്സ് കാണുമ്പോൾ എക്സിൻ്റെ എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എന്താക്കി മാറ്റുക, മൈനസ് എക്സ് ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് കൊടുക്കുമ്പോൾ സ്ക്വയർ വരുന്നതുകൊണ്ട് ഇത് രണ്ടും പോസിറ്റീവ് തന്നെയായിരിക്കും, ഈ മൈനസ് എക്സ് അങ്ങനെ തന്നെ നിൽക്കും. സോ മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ എന്താണ് ഇത് എന്ന് പറയുന്നത്, നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ഞാൻ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ വന്നാൽ അത് ഈവൻ ഫംഗ്ഷനും, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ അത് ഈവൻ ഫംഗ്ഷനും, എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി നമുക്ക്, എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് കിട്ടി, മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. എഫ് ഓഫ് മൈനസ് എക്സ് നമുക്ക് മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടിയത്. സോ എഫ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഇൻ്റഗ്രൽ വാല്യൂ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രൽ വാല്യൂ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ റിസൾട്ട്, മൈനസ് എ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആദ്യം ഓഡ് ഫംഗ്ഷൻ ആണോ നോക്കുക, ഈവൻ ഫംഗ്ഷൻ ആണോ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ആൻസേഴ്സ് എഴുതാം. ഇവിടെ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് ആൻസർ എഴുതാം 0. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മൾ 26ൽ 4 പാർട്ടുള്ളൂ, 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27th ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫാൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ട്രൂ ഓർ ഫാൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ 4 പാർട്ട് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഇതെന്താണ്, പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം എഴുതാൻ പറ്റും. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട് അല്ലേ. ആ പ്രോപ്പർട്ടിയിൽ ഒന്നാണിത്. ഓക്കെ, ഏതായിരുന്നു പ്രോപ്പർട്ടി എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്രോപ്പർട്ടി നമ്പർ 4 ആണിത്. ഓക്കെ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഇതെന്താണ്, പ്രോപ്പർട്ടി നമ്പർ 4 ആണ്, ട്രൂ ആണ്. ഓക്കെ, സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എല്ലാം എഫ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രോപ്പർട്ടി നമ്പർ 4 ആണ്. അപ്പോൾ ഇതെന്താണ്, ട്രൂ ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് x equal to 80 square and y equal to 280, then d square y by dx square is equal to t. അതായത് x തന്നിട്ടുണ്ട് 80 സ്ക്വയറും y 280 ആണ്.
അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ് കിട്ടേണ്ടത്? ടി ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ റൂൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ചെയിൻ റൂൾ എല്ലാവർക്കും ഓർമ്മയില്ലേ? എന്താണ് ചെയിൻ റൂൾ? dy by dx equal to dy by dt by dx by dt. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് എന്തായിരുന്നു? AT² by 2AT. x equal to AT², y is equal to 2AT. അപ്പോൾ ആദ്യം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, dx by dt ചെയ്യാം. dx by dt ചെയ്യുമ്പോൾ എന്ത് വരും? AT² വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് വിത്ത് റെസ്പെക്ട് ടു ടി വി ഗെറ്റ് എന്ത് വരും? T² എന്ത് വരും? 2t ആവും. ഇൻറ്റു എ ഒരു കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ dx by dt equal to 2AT എന്ന് കിട്ടും. ദെൻ dy by dt എന്ത് വരും? ഇവിടെ 2a ഉള്ളൂ, 2AT ആണ്. അപ്പോൾ ടി എന്ത് വരും? d by 2a കോൺസ്റ്റൻ്റ് ആക്കി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? d by dt of t എന്ന് വരും. d by dt of t എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 2ATൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2a. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാണ്. dx by dt കിട്ടിയിട്ടുണ്ട്, dy by dt കിട്ടിയിട്ടുണ്ട്. ദെൻ dy by dx ഈക്വൽ ടു എന്ത് വരും? dy by dt ഡിവൈഡഡ് ബൈ dx by dt. dy by dt എന്ത് വരും? 2a, dx by dt 2AT. അപ്പോൾ ഈ 2aയും 2aയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ബാക്കി 1/t എന്ന് കിട്ടും. അപ്പോൾ dy by dt dy by dx എന്ന് പറയുന്നത് 1/t എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് dy by dx മതിയോ? അല്ല, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. എന്താണ് കാണേണ്ടത്? d² y by dx² ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? d² y by dx² എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? d² d by dx of dy by dx ആണ് ചെയ്യേണ്ടത്. d² y by dx² എന്ന് പറയുമ്പോൾ d by dx of dy by dx. dy by dxനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് d² y by dx² കിട്ടുള്ളൂ. അപ്പോൾ dy by dx എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? 1/t ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും? d by dx of 1/t. d by dx of 1/t അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? d by dt of 1/t ഇൻറ്റു dt by dx എന്ന് എഴുതാം. അതായത് ഇവിടെ ഇത് എന്താണ്? dy by dx ആണല്ലേ. d by dt ഇൻറ്റു 1/t സോറി d by dt of dy by dx, അതായത് d by dt of 1/t ഇൻറ്റു dt by dx ചെയ്യണം. ഓക്കെ, അപ്പം എന്ത് കിട്ടും? 1/tൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1/t² എന്ന് കിട്ടും. അതായത് 1/tൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? 1/tനെ t⁻⁻1 എന്ന് എഴുതാം അല്ലേ, t⁻⁻1 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ x⁻n ഡെറിവേറ്റീവ് കണ്ടിരുന്നില്ലേ, അതേപോലെ തന്നെ t⁻⁻1 ഡെറിവേറ്റീവ് കാണാം. t⁻1 ഡെറിവേറ്റീവ് എന്ത് വരും? -1 ഇൻറ്റു t⁻⁻1 ഇത് x⁻n ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? n ഇൻറ്റു x⁻n−1. ഇവിടെ x⁻nൻ്റെ n-1 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് -1 ഇൻറ്റു t⁻⁻1 n-1 അല്ലേ. അപ്പോൾ -1 അപ്പോൾ എന്ത് കിട്ടും? -1 ഇൻറ്റു t⁻2 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? -1/t⁻2 എന്ത് എഴുതാം? t². ഡിനോമിനേറ്ററിലേക്ക് എഴുതുമ്പോൾ എന്ത് വരും? t² എന്ന് വരും. സോ 1/tൻ്റെ ഡെറിവേറ്റീവ് d by dt ഓഫ് 1/t എന്ന് പറയുന്നത് എന്താണ്? -1/t² ആണ്. അങ്ങനെയാണ് ഇവിടെ 1/t² കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ d by dt ഓഫ് dy by dx ഇൻറ്റു dt by dx ഇവിടെ എന്ത് വരും?
ആക്ച്വലി ഇവിടെ ഡി ടിയും ക്യാൻസൽ ആയിട്ട് എന്തേ ഉണ്ടാവുള്ളൂ, ഡി ബൈ ഡി ടി ഓഫ് dy by dx. അപ്പോൾ എന്ത് വരും, ഡി സ്ക്വയർ y ബൈ ഡി എക്സ് ഡി ടി എന്ന് കിട്ടും, ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഡി ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡി സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടില്ലേ. അങ്ങനെ കിട്ടാനാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഡി വൈ ബൈ ഡി എക്സിനെ ഡി ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ദെൻ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1/t. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, മൈനസ് 1/t² എന്ന് കിട്ടും. 1/tയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 1/t² എന്ന് കിട്ടും. ദെൻ ഡി ടി ബൈ ഡി എക്സ് എന്താണ്, ഡി എക്സ് ബൈ ഡി ടി 2at. സോ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1/2at. ഓക്കെ, ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1/2at. അപ്പോൾ എന്ത് കിട്ടും, 1/2at. സോ 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1. ദെൻ ഇത് 2at ഇൻറ്റു ടി സ്ക്വയർ 2at ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. പക്ഷെ നമുക്ക് എന്താണ് കിട്ടിയത്, മൈനസ് 1/2at² അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ട്രൂ ആണോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ആണെന്നാണ് പറഞ്ഞത്. ബട്ട് നമുക്ക് കിട്ടിയത് എന്താണ്, മൈനസ് എന്താ കിട്ടിയിരിക്കുന്നത്, മൈനസ് 1/2at ക്യൂബാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. സോ അത് കറക്റ്റ് ആണോ, അല്ലല്ലോ, ഫോൾസ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഫോൾസ് ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ദ സ്ലോപ്പ് ഓഫ് നോർമൽ ടു കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അറ്റ് x1 y1 ഈസ് ഗിവൺ ബൈ dy ബൈ ഡി എക്സ് അറ്റ് x1 y1. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കർവ് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് ആ കർവിൻ്റെ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് എന്താണ്, dy ബൈ ഡി എക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റും പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് ഓഫ് നോർമലും പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് എന്ത്, dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് അല്ലേ. സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് dy ബൈ ഡി എക്സ്. സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുമ്പോൾ മൈനസ് 1/dy ബൈ ഡി എക്സ് എന്ന് വരും. അത് നമുക്കറിയാം. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, എം എന്ന് പഠിച്ചിട്ടുണ്ടാവും. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈക്വൽ ടു എം, ദെൻ സ്ലോപ്പ് ഓഫ് നോർമൽ ഇസ് ഈക്വൽ ടു മൈനസ് 1/m എന്ന് പഠിച്ചിട്ടുണ്ടാവും. ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എം എന്ന് പറയുന്നത് എന്താണ്, dy ബൈ ഡി എക്സ് ആണ്. സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് ഒരു മൈനസ് 1/m എന്ന് വരും. സോ എം ഇസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ലോപ്പ് ഓഫ് നോർമൽ ആണ് എന്ത്, dy ബൈ ഡി എക്സ് എന്നാണ്. ബട്ട് സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് ആണോ, അല്ല. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ആണ് dy ബൈ ഡി എക്സ്. സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് മൈനസ്, സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് മൈനസ് 1/dy ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ്. അതായത് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ്. ഹയസ്റ്റ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റിൻ്റെ ഡിഗ്രി ആയിരിക്കും അല്ലേ. നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഗ്രി കാണാനുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതിലുള്ള അതിൻ്റെ പവർ ആയിരിക്കും എന്ത്, ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് ഹയസ്റ്റ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ്. ഹയസ്റ്റ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റിൻ്റെ ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ്, ട്രൂ ആണോ ഫോൾസ് ആണോ, ട്രൂ ആണല്ലേ. ഹയസ്റ്റ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തന്നെ. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രിയാണ് എന്ത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ 27th ക്വസ്റ്റ്യൻ തീർന്നിരിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നവരെ ബൈ.